നമസ്കാരം സുഹൃത്തുക്കളെ, കടന്നു വരൂ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഇത് വരുന്ന 10th മെയിൻസിനും ഇനി വരുന്ന മെയിൻസ് എക്സാമുകൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് എക്സാമുകളോ ഇതിനൊക്കെ പ്രയോജനപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് എടുത്തേക്കുന്നതാണ്. കഴിഞ്ഞ LDCയിലും അതുപോലുള്ള എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, എപ്പോഴും യൂഷ്വൽ ആയിട്ട് കാണുന്ന പാറ്റേണിലുള്ള ചോദ്യങ്ങളല്ല, അല്ലാതെ കാണുന്ന കുറച്ച് ചോദ്യങ്ങൾ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. അത് കുറച്ച് വിഷ്വലി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നു. വിഷ്വലി ഒന്ന് അറേഞ്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാൻ, റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുകയാണ്. വരൂ, ഒന്നാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം, ഓഷ്യൻ കറണ്ട് എന്ന് പറയുന്ന ഒരു കാലത്ത് അധികം ചോദ്യങ്ങൾ വരാതെ തഴഞ്ഞിട്ടിരിക്കുന്ന ഒരു സിലബസിലെ ഭാഗമായിരുന്നുവെങ്കിൽ ഇപ്പോൾ, പണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകളിൽ മാത്രമൊക്കെ ചോദ്യം വന്നിരുന്ന ഒരു ഭാഗമായിരുന്നുവെങ്കിൽ ഇപ്പൊ എല്ലാ തരത്തിലുള്ള എക്സാമിനും ചോദ്യം വരുന്ന ഒരു ഭാഗമൊക്കെ ആയിട്ട് മാറിയേക്കുക. വെച്ചാൽ മെയിൻസ് എക്സാമുകൾക്കും അങ്ങനെയൊക്കെ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനിലും ഓരോ പ്രവാഹത്തിന്റെ പേരുണ്ട്. അവരെവിടെയാണെന്ന് നമുക്കൊന്ന് അറിയണം. നോക്കാം. ഒന്നാമത് തന്നേക്കുന്നത് ബെൻഗ്വേല പ്രവാഹം എന്നാണ്. ബെൻഗ്വേല പ്രവാഹത്തെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏകദേശം ഇവിടെയാണ്. നോക്കിക്കോളുക, ഞാനിവിടെ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്യുന്നത് തണുത്ത വെള്ളവുമായിട്ട് പോകുന്ന പ്രവാഹമായിരിക്കും. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് ഏകദേശം ധ്രുവത്തിന്റെ സൈഡിൽ നിന്ന് അങ്ങ് പോരുന്ന പ്രവാഹമാണ്. ഈ പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ബെൻഗ്വേല. ബെൻഗ്വേല പ്രവാഹം എന്നറിയപ്പെടും. ബെൻഗ്വേല അല്ലെങ്കിൽ ബെനഗ്വേല പ്രവാഹം എന്നൊക്കെ വിളിക്കാം. നോക്കിയേ, ഇതപ്പോ ഏത് സമുദ്രത്തിലായിരിക്കും? നമ്മുടെ ചോദ്യം എന്താ? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹം ഏത്? ബെൻഗ്വേലയെ ഞാൻ മാർക്ക് ചെയ്തു. അത് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആഫ്രിക്കയുടെ യൂറോപ്പിന്റെ ഒക്കെ പടിഞ്ഞാറ് ഭാഗത്ത് എസ് ആകൃതിയിൽ കാണപ്പെടുന്ന ഈ സമുദ്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ സമുദ്രത്തിന്റെ പേരാണ് സുഹൃത്തുക്കളെ അറ്റ്ലാന്റിക് സമുദ്രം. അപ്പൊ അത് അറ്റ്ലാന്റിക്കിലാണ് ബെൻഗ്വേല പ്രവാഹം ഉള്ളത്. നമ്മളുടെ ഉത്തരം ബെൻഗ്വേല ആവില്ല. അടുത്ത ബി ഓപ്ഷൻ, കുറോഷിവോ പ്രവാഹം എന്നാണ് തന്നേക്കുന്നത്. ശരിക്കും കുറോഷിയോ എന്നാണ് പേര്. കുറോഷിയോ പ്രവാഹത്തെ ഞാൻ മാർക്ക് ചെയ്യാം. കുറോഷിയോ പ്രവാഹം ഏറെക്കുറെ ഇങ്ങനെ പോകുന്നൊരു പ്രവാഹമാണ്. ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയുടെ ഭാഗത്ത് നിന്ന് ജപ്പാന്റെ ഒക്കെ കിഴക്കേ തീരത്തോടു കൂടി ഏകദേശം ഒരു വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്ന പ്രവാഹമാണ് കുറോഷിയോ പ്രവാഹം. അപ്പൊ മാർക്ക് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ കുറോഷിയോ. ഈ സമുദ്രം ഏതാണ് എന്നാണ് ചോദ്യം. കുറോഷിയോ പ്രവാഹം കാണപ്പെടുന്ന സമുദ്രം ഇത് നോക്കിയേ, മഞ്ഞ കളറിൽ ഞാൻ മാർക്ക് ചെയ്യാനുള്ള കാരണം ഭൂമധ്യരേഖയുടെ അവിടുന്ന് ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്ന പ്രവാഹമാണ്. ഇത് തീർച്ചയായിട്ടും ഉഷ്ണജലമായിരിക്കും ക്യാരി ചെയ്തുകൊണ്ട് പോവാം. അതുകൊണ്ട് കുറോഷിയോ ഏത് സമുദ്രത്തിലാ? ഏഷ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള സമുദ്രം, ഓസ്ട്രേലിയയുടെ കിഴക്ക് ഭാഗത്തുള്ള സമുദ്രം, ഇവിടെ പറഞ്ഞാൽ നോർത്ത് അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം, തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം. ഈ സമുദ്രം പസഫിക് ഓഷ്യൻ ആണ്. അപ്പൊ സമുദ്രം പസഫിക് ആണ്. നമുക്ക് വേണ്ട ഉത്തരം പസഫിക്കിലെ അല്ല, നമുക്ക് വേണ്ട ഇന്ത്യൻ ഓഷ്യനിലെയാണ്. ഇതും നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നു. 3 സി ഓപ്ഷൻ, ഗൾഫ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൾഫ് സ്ട്രീം വരച്ചു തരാം. ഗൾഫ് സ്ട്രീം കാണപ്പെടുന്നത് ഏകദേശം ഇവിടെയാണ്. ഇതും ഭൂമധ്യരേഖയുടെ ആ ഭാഗത്തു നിന്നൊക്കെ അല്പം ചൂടുവെള്ളവുമായി വടക്കോട്ട് പോകുന്ന അല്ലെങ്കിൽ വടക്ക് ധ്രുവമൊക്കെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഒരു പ്രവാഹമാണ്. ഈ പ്രവാഹത്തെ ഞാൻ എഴുതുന്നു ഗൾഫ് സ്ട്രീം. ഇതാണ് നമ്മുടെ ഗൾഫ് സ്ട്രീം. ഈ പേര് കേട്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഭാഗം ഗൾഫ്, അതുമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും അല്ല. ഗൾഫ് സ്ട്രീം എവിടെയാണുള്ളത്? ഈ സമുദ്രം ബെൻഗ്വേല നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞോ ആ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം തന്നെയാണ്. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും കിഴക്ക് ഭാഗത്ത്, യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പൊ അറ്റ്ലാന്റിക്കിലെ അല്ല നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഇതും അല്ല ഉത്തരം. ഉത്തരം നമുക്ക് വ്യക്തമായി. ഉത്തരം അഗുൽഹാസ് പ്രവാഹമാണ്. അഗുൽഹാസ് എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അഗുൽഹാസ് ഏറെക്കുറെ, നിങ്ങൾ നോക്കിക്കോളൂ, അഗുൽഹാസ് ഭൂമധ്യരേഖയുടെ അവിടുന്ന് ഏറെക്കുറെ, ഭൂമധ്യരേഖയുടെ അവിടുന്ന് ഈ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്തോടു കൂടി, ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ സൈഡ്, അതുവഴി തെക്കോട്ട് പോരുന്ന പ്രവാഹമാണ്. ഇതാണ് നമ്മുടെ അഗുൽഹാസ്. കെയ്പ് അഗുൽഹാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ മുനമ്പിനെയൊക്കെ വിളിക്കുന്ന പേരാണ്. ഇതാണ് അഗുൽഹാസ് പ്രവാഹം. ഇത് ഒരു ഉഷ്ണജല പ്രവാഹമാണ്. അപ്പോ ഇങ്ങനെ ഓരോ സമുദ്രത്തിലും നിരവധി പ്രവാഹങ്ങളുണ്ട്. ഉഷ്ണജലമുള്ളത്, ശീതജലമുള്ളത്. ഇതൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും. ഈ ചോദ്യത്തിലെ പ്രവാഹങ്ങളെ നമ്മളൊന്ന് മാപ്പ് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 2. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓരോ ഭാഗത്തും ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത് പ്രാദേശികമായി ചില വ്യത്യസ്തമായ പേരുകളിലാണ്. ആ പേരുകളാണ് ഇവിടെ ഓപ്ഷനിലുള്ളത്. സൈക്ലോൺ, വില്ലി വില്ലീസ്,
ടൈഫൂൺ, ഹരിക്കെയിൻസ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു എന്നാണ്. ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് ഈ രീതിയിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. സൈക്ലോണുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. സൈക്ലോണുകളെ ഞാൻ മാർക്ക് ചെയ്യാണ്. സൈക്ലോണുകൾ പ്രധാനമായിട്ടുമുള്ള പ്രദേശം എന്ന് പറയുന്നത് ഈ പ്രദേശമാണ്. ഇവിടെ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്നതാണ് പാമ്പിൻ ചുരുൾ എന്നർത്ഥമുള്ള സൈക്ലോൺ എന്ന പേരിലാണ് ഇവിടെ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പൊ സൈക്ലോൺ എവിടെയാ? ഈ സമുദ്രത്തെ നമുക്ക് ഉറപ്പായിട്ടും പറയാം ദിസ് ഈസ് ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ മഹാസമുദ്രമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? അല്ലല്ലോ, അല്ല. നെക്സ്റ്റ്, വില്ലി വില്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലി വില്ലീസ് ഏത് ഭാഗത്താ? വില്ലി വില്ലീസ് ശരിക്കും ഓസ്ട്രേലിയയുടെ ഭാഗത്താണ്. ഓസ്ട്രേലിയയുടെ ആ പസഫിക്കിന്റെ ഒക്കെ ഒരു സൈഡ് വെച്ച് വേണം പറയാനായിട്ട്. വില്ലി വില്ലീസ് കാണപ്പെടുന്ന മേഖല അതും അടയാളപ്പെടുത്താം. എവിടെ എവിടെ എവിടെ? വില്ലി വില്ലീസ് ഓസ്ട്രേലിയയുടെ ഭാഗത്താണ്. ഇവിടെയാണ് പ്രാദേശികമായി ഓസ്ട്രേലിയൻ ഭാഗത്തൊക്കെ ഇവിടെയുള്ള ചക്രവാതങ്ങളാണ് വില്ലി വില്ലീസ് എന്നറിയപ്പെടുക. അപ്പൊ ഇതും വരികയല്ല. നമ്മളോട് ചോദിച്ചേക്കുന്ന അറ്റ്ലാന്റിക് മേഖലയാണ്. വില്ലി വില്ലീസ് നമ്മൾ ഒഴിവാക്കി. അപ്പൊ സൈക്ലോൺ എവിടെയാ? ഇന്ത്യൻ മഹാസമുദ്രം, ഓസ്ട്രേലിയയുടെ പരിസര പ്രദേശങ്ങളിലും മറ്റുമായി വില്ലി വില്ലീസ് നമുക്ക് പറയാം. ടൈഫൂണുകൾ എവിടെ? മൂന്നാമത്തെ ആളാണ് ടൈഫൂൺ. ഇതും വരില്ല നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ്, ടൈഫൂൺ. ടൈഫൂണുകൾ എന്ന് പറയുന്ന ആൾക്കാർ കാണപ്പെടുന്നത് ഈ ഭാഗത്തെ ഓഷ്യനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈ ഭാഗത്തെ ഓഷ്യൻ നമുക്ക് ഏത് ഭാഗം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ഓഷ്യൻ ആണ് പസഫിക് ഓഷ്യൻ. ഈ ഓഷ്യൻ ഇത് രണ്ടും ഒന്നാണ്, പസഫിക് ആണ്. പസഫിക്കിന്റെ ഈ ഭാഗത്തുള്ള കടലിനെ വിളിക്കുന്ന പേര് ദക്ഷിണ ചൈന കടൽ എന്നാണ്. ഈ ഭാഗം അറിയപ്പെടുന്ന പേര് ദക്ഷിണ ചൈന കടൽ, ദക്ഷിണ ചൈന കടൽ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാം. ഇതിന്റെ ഈ തെക്ക് ഭാഗത്തുള്ള ഏരിയ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു ഏരിയ ഇവിടാണ് ദക്ഷിണ ചൈന കടൽ എന്ന് വിളിക്കുക. ഫിലിപ്പൈൻ സീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. ഈ ഭാഗത്ത് ഈ ദക്ഷിണ ചൈന കടലിന്റെ ഏരിയയിൽ ഇവിടെയൊക്കെ അനുഭവപ്പെടുമ്പോൾ അവരറിയപ്പെടുന്ന പേരാണ് ടൈഫൂൺസ്. അതങ്ങ് കുറച്ചുകൂടെ വടക്കോട്ട് കയറി ഈ ജപ്പാൻ എന്ന് പറയുന്ന ദ്വീപാണ് സുഹൃത്തുക്കളെ. ഇത് ജപ്പാന്റെ ഭാഗത്തൊക്കെ വീശുമ്പോൾ ടൈഫൂ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ടൈഫൂൺസ് എവിടെയാ? പസഫിക് ഭാഗത്താണ് ടൈഫൂൺസ്. സൈക്ലോൺ ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്താണ്. വില്ലി വില്ലീസ് പസഫിക്കിന്റെയും അതുപോലെ ഓസ്ട്രേലിയയുടെ പരിസര പ്രദേശങ്ങൾ നമുക്ക് പറയാം. നാലാമത്തെ ഓപ്ഷൻ അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഉത്തരമായിരിക്കും, ഊഹിക്കാം. ഹരിക്കെയിൻസ്. ഹരിക്കെയിൻസ് എവിടെയാണെന്നറിയോ? ഹരിക്കെയിൻസ് വീശുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് ഹരിക്കെയിനുകൾ ഉള്ളത്. അറ്റ്ലാന്റിക് സമുദ്രമാണിത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ ഭാഗത്ത് കുറെ ദ്വീപുകളുണ്ട്. അറ്റ്ലാന്റിക് ഭാഗത്ത് ഇവിടെ കുറെ ദ്വീപുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ കാണുന്നൊക്കെ ആ ദ്വീപുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഈ ദ്വീപുകളെ നമ്മൾ കരീബിയൻ ദ്വീപുകൾ എന്ന് വിളിക്കും. ഇവിടെയാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന, നമ്മളിപ്പോ ക്രിക്കറ്റിന്റെ ടീമൊക്കെ ഉള്ള, ഇവര് പല രാജ്യങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്ന ആൾക്കാരാ. ആ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇതാണ്. ഈ ഭാഗത്തൊക്കെ ശക്തിയായി വീശുന്ന ഇവിടെ രൂപപ്പെടുന്ന ചക്രവാതങ്ങൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവരെല്ലാവരും ഏറെക്കുറെ ഒരു 30 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്കായാണ് വീശുക. ആ 30 ഡിഗ്രി നോർത്ത് സൗത്ത് ഇതിന്റെ ഇടയ്ക്ക്, അല്ലെ 23:30ക്കും 23:30ക്കും ഒക്കെ ഇടയ്ക്കായിട്ടുള്ള ഓൾമോസ്റ്റ് ആ പ്രദേശത്തെ നമ്മൾ ഇതിനെയാണ് ടോറിഡ് സോൺ അഥവാ ഉഷ്ണമേഖല എന്ന് വിളിക്കുക. ഈ ഉഷ്ണമേഖലയിൽ വീശുന്ന ചക്രവാതങ്ങളാണ്, അല്ലെങ്കിൽ സൈക്ലോണുകൾ, അല്ലെങ്കിൽ സംഭവങ്ങളാണിത്. ഓരോ ഭാഗത്തും ഓരോ പേരിൽ അറിയപ്പെടുന്നു. ആ പേരുകൾ വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, ഉപകാരം ഉണ്ടാവും. ഇനിയും ചോദ്യം വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കുകിഴക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എൽനിനോ എന്ന് പറയുന്നത് മൊത്തത്തിൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളുടെയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ ഏറ്റവും ആദ്യം ഇത് സ്വാധീനിക്കുന്നത്, ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ഇത് സ്വാധീനിക്കുന്നത് ഏത് ഭാഗത്ത് എന്നാണ് ശരിക്കും ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എൽനിനോ ഏത് ഭാഗത്താണ് കൂടുതൽ എഫക്റ്റ് ഉണ്ടാക്കുക. നോർമലി നമ്മുടെ പസഫിക് സമുദ്രത്തിനെ ഒരുമിച്ച് കണ്ടാൽ, പല മാപ്പുകളിലും നമ്മൾ പസഫിക്കിനെ രണ്ടായി മുറിച്ചേ കാണത്തുള്ളൂ. പക്ഷെ പസഫിക്കിനെ ഒരുമിച്ച് കണ്ടാൽ ഏറെക്കുറെ ഇങ്ങനെയാണ്. ഇതിൽ പസഫിക്കിൽ ഇക്വേറ്റർ കടന്നു പോകുന്നത് ഏറെക്കുറെ ഈ ഒരു ഭാഗത്തൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് ഏറെക്കുറെ ഈ ഒരു ഭാഗത്തൂടെയൊക്കെ ആയിരിക്കും. ഓക്കെ, പറയുന്ന കേട്ടോണം, കുഞ്ഞതായിട്ട് പറയുന്നതാണ്. സാധാരണ ഇവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ, ഭൂമധ്യരേഖയുടെ അത്യാവശ്യം ചൂട് പിടിച്ച വെള്ളമായിരിക്കും. ആ ചൂട് പിടിച്ച വെള്ളത്തിന്റെ ഒരു ഒഴുക്കെന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറോട്ടായിരിക്കും.
അവരെപ്പോഴും പടിഞ്ഞാറോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അത് രണ്ട് സമുദ്രജല പ്രവാഹങ്ങളായിട്ടാണ്. അതിന് നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കുന്ന പേരെന്ന് പറയുന്നത് നോർത്ത് ഇക്വറ്റോറിയൽ കറണ്ട്, ഉത്തര മധ്യരേഖാ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം എന്നൊക്കെ വിളിക്കും. ഇവിടുന്ന് സാധാരണ ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകും. അങ്ങനെ ഒഴുകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞ കാറ്റിന്റെ പ്രസൻസ് ഉണ്ട്. ഇവിടെയും വാണിജ്യവാദങ്ങൾ എന്ന് പറഞ്ഞ കാറ്റിന്റെ പ്രസൻസ് ഉണ്ട്. ഈ വാണിജ്യവാദങ്ങൾ ഈ ദിശയിൽ വീശുന്നത് കൊണ്ട് പടിഞ്ഞാറോട്ട് എപ്പോഴും ചൂടുവെള്ളത്തെ തള്ളി കൊണ്ടുപോകും. ഈ ഭാഗത്ത് ചൂടുവെള്ളം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ നോർമൽ സിറ്റുവേഷനിൽ എങ്ങനെയാ? ഈ ഭാഗത്ത് അത്യാവശ്യം നോർമൽ സിറ്റുവേഷൻ ആണ്. ഈ ഭാഗത്ത് അത്യാവശ്യം ചൂടുവെള്ളം ഉണ്ടാവും. ഈ ഭാഗത്തോ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഈ ചൂടുവെള്ളം ഇങ്ങോട്ട് പോരുമ്പോഴേ നോർമലി ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവിടെ ഒരു ശീതജല പ്രവാഹം ഇങ്ങനെ മഞ്ഞ കളർ കൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ ഡ്രോ ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ശീതജലമാണോ അല്ലയോ എന്ന്. പച്ച കളർ ഡ്രോ ചെയ്യാം. ഇങ്ങനെ ഒരു ശീതജല പ്രവാഹം ഇങ്ങോട്ട് പോരുന്നുണ്ട്. ഈ ശീതജല പ്രവാഹം തണുത്ത വെള്ളമായിട്ട് പോരുന്ന ആളാണ്. ആളുടെ പേര് പെറു പ്രവാഹം പെറു കറണ്ട് എന്ന് വിളിക്കുക, അല്ലെ ഹംബോൾട്ട് കറണ്ട് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. പെറു പ്രവാഹം ഇങ്ങോട്ട് പോരുന്നു. ഈ പെറു പ്രവാഹം കാരണം ഇവിടെ എപ്പോഴും തണുത്ത വെള്ളമായിരിക്കും ഉണ്ടായിരിക്കുക. തണുത്ത വെള്ളം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ നെഗറ്റീവ് ഇടുന്നു. ഇതാണ് സാധാരണ അവസ്ഥ. ഇവിടെ തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഇവിടെ തണുത്ത വെള്ളത്തിന്റെ പ്രസൻസും ഇവിടെ ചൂടുവെള്ളത്തിന്റെ പ്രസൻസും ഉണ്ടാവും. ഇതാണ് നോർമൽ കണ്ടീഷൻ. പക്ഷേ 5-6 വർഷങ്ങൾ കൂടുമ്പോൾ ഈ ട്രേഡ് വിൻഡിന്റെ ശക്തി കുറയും. ട്രേഡ് വിൻഡിന്റെ ശക്തിയിൽ ചിലപ്പോൾ വീക്ക്നെസ് ഒക്കെ അനുഭവപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ പെറു പ്രവാഹത്തിനെ ശരിക്കും ഇവിടെ പെറു പ്രവാഹം തണുത്ത് ഇങ്ങനെ ഇരിക്കേണ്ടതാണ്. ഇവിടെയുള്ള ഉഷ്ണജലം, അതായത് ഇവിടെ നോർമലി ഉള്ള ചൂട് കാരണം ഉണ്ടാവുന്ന ഉഷ്ണജലം ഈ പടിഞ്ഞാറോട്ട് നീങ്ങി പോരാതെ ഏറെക്കുറെ ഈ ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്യും. ഇവിടെ ചൂടുവെള്ളം അക്യുമുലേറ്റ് ചെയ്യും. പെറു പ്രവാഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ ആ ഇക്വറ്റോറിയൽ ഭാഗത്തുള്ള ചൂടുവെള്ളം അങ്ങ് അക്യുമുലേറ്റ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചൂടുവെള്ളം ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് വന്നാൽ നോർമലി ഇവിടെ കാണേണ്ടത് തണുത്ത വെള്ളമാണ്. പക്ഷെ ഇവിടെ ചൂടുവെള്ളം അക്യുമുലേറ്റ് ചെയ്ത് വന്നാൽ ഇവിടെ അന്നേരം അത്ര ചൂടുള്ള വെള്ളം എത്തൂല്ല എന്ന് കൂട്ടിക്കാം. ഇവിടെ ചൂടുവെള്ളം അക്യുമുലേറ്റ് ചെയ്ത് വന്നാൽ ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് എൽനിനോ. അങ്ങനെ വരുമ്പോഴുള്ള സിറ്റുവേഷൻ ആണ് എൽനിനോ. സാധാരണ എങ്ങനെയാ? ഇവിടെ തണുത്ത വെള്ളമാണെങ്കിൽ ഒത്തിരി ബാഷ്പീകരണം ഉണ്ടാവുമോ? ഇവാപ്പറേഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഒത്തിരി നീരാവി മേളിൽ ചെല്ലുമോ? തണുത്ത വെള്ളമാണെങ്കിൽ നീരാവി മേളിൽ ചെല്ലില്ല, മേഘമാവില്ല, മഴ പെയ്യില്ല. ഈ തണുത്ത വെള്ളം കാരണം മഴ പെയ്യാതെ ഇവിടെ ഉണ്ടായേക്കുന്ന മരുഭൂമിയൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന അറ്റക്കാമ ഡെസേർട്ട് എന്ന് പറയും. അറ്റക്കാമ മരുഭൂമിയൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ തണുത്ത ജലപ്രവാഹമായ പെറു പ്രവാഹമാണ്. എപ്പോഴാണോ ഇവിടെ ചൂടുവെള്ളത്തിന്റെ പ്രസൻസ് വരുന്നത്, നീരാവി ധാരാളം ഉണ്ടാവും, മേഘരൂപീകരണം നടക്കും, പ്രസിപ്പിറ്റേഷൻ സംഭവിക്കും, മഴ പെയ്യും. അങ്ങനെ ഈ ഭാഗത്തൊക്കെ മഴ കിട്ടാതിരിക്കുമ്പോൾ 4-5 കൊല്ലം കൂടുമ്പോൾ ശക്തമായി മഴ കിട്ടുന്നു, ചിലപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്നു. ആ സാഹചര്യത്തിൽ ഇവർ നോക്കുമ്പോൾ ഇത് ചില വർഷങ്ങളിലെ ഡിസംബർ മാസങ്ങളിലാണ് സംഭവിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയുള്ള ഫിഷർമാൻമാരൊക്കെ നോക്കുന്നു, 6-7 കൊല്ലം കൂടുമ്പോൾ ഡിസംബർ സമയമാകുമ്പോൾ കറക്റ്റ് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു. ഡിസംബറിൽ മഴ പെയ്ക്കുന്ന ആൾ ഉണ്ണിയേശു ആയിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ അവരുടെ ഭാഷയിലുള്ള ഉണ്ണിയേശു എന്നുള്ള പേര് ഇതിന് കൊടുക്കുകയാണ്. അങ്ങനെ ഈ പ്രവാഹത്തെ, അല്ലെങ്കിൽ പ്രവാഹമല്ല, ഈ പ്രതിഭാസത്തെ അവർ വിളിച്ചു എൽനിനോ. ഇതാണ് എൽനിനോ. അപ്പോൾ എൽനിനോ ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്, എൽനിനോ സംഭവിച്ചാൽ ആദ്യം നല്ലപോലെ മഴയും ഇതൊക്കെ ഉണ്ടായി ഏത് ഭാഗത്തെ സാധാരണ ക്ലൈമറ്റിനാണ് നേരെ ഒരു റിവേഴ്സൽ ഉണ്ടാവുക, അത് ഈ തെക്കേ അമേരിക്കയുടെ ഭാഗത്തായിരിക്കും. ഇത് കാരണം ഇങ്ങ് ഓസ്ട്രേലിയയിലെ സ്വാധീനമുണ്ട്. ഓസ്ട്രേലിയയുടെ ഇപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ മൺസൂണിനെ വരെ സ്വാധീനിക്കും. എൽനിനോ ഉണ്ടായാൽ മൺസൂണൊക്കെ ഉണ്ടാവാൻ കുറച്ചുകൂടെ ലേറ്റ് ആവും എന്നൊക്കെയാണ് നമ്മൾ പറയാ. അങ്ങനെ എല്ലായിടത്തും സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ പോലും ആദ്യത്തെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വരുന്നത് എവിടെയാ? പെറുവിന്റെ ഒക്കെ, അല്ലെങ്കിൽ പെറു പ്രവാഹമൊക്കെ ഒഴുകുന്ന തീരമൊക്കെയുള്ള തെക്കേ അമേരിക്കയുടെ ഭാഗത്താണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു? ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് എങ്ങോട്ടാ? തെക്കേ അമേരിക്കയാണ് ശരിയായിട്ടുള്ള ഉത്തരം. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ചോദ്യം: എൽനിനോ പ്രതിഭാസം ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉണ്ടാവുന്ന സമുദ്രം ഏതാണ്? പസഫിക് ഓഷ്യൻ എന്ന് പറയണം. എൽനിനോ പ്രവാഹവുമായി ബന്ധമുള്ള സമുദ്രജല പ്രവാഹം ഏതാണ്? പെറു പ്രവാഹം എന്ന് പറയണം. പെറു പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഏത് ഭാഗത്തോടി? പസഫിക് സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗത്തോടി മൂവ് ചെയ്യുന്നതാണ്. ഇത് ഉഷ്ണജല പ്രവാഹമാണോ ശീതജല പ്രവാഹമാണോ? ശീതജല പ്രവാഹമാണ്. പെറു പ്രവാഹത്തിന്റെ ശീതജല സ്വഭാവം മാറി അവിടെ ഉഷ്ണജലം വരുന്നു, എൽനിനോ വരുന്നു. അപ്പോഴാണ് പെറുവിൽ ധാരാളമായി മഴ പെയ്യുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. ഓർത്തിരിക്കുക. ശരി,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഭൂമിയുടെ പ്രധാന പാളികളിൽ 84%ഉം വോളിയം ഏത് പാളിക്ക? ആകെ ഭൂമിയുടെ വ്യാപ്തം 100% ആണെങ്കിൽ 84% എവിടെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ പാളികളെ മൂന്നായി ഞാനൊരു ക്രോസ് സെക്ഷൻ സെറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നു. ഒന്ന് ഭൂവൽക്കം, ഭൂവൽക്കത്തിന് താഴെ മാന്റിൽ, അതിനുശേഷം കാമ്പ്, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഇതിൽ ഏറ്റവും വലിയ പാളി ഞാൻ വരച്ചിരിക്കുന്ന വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, അല്ല നിങ്ങൾ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് അറിയാം. ഏറ്റവും വലിയ പാളി അത് വ്യാപ്തത്തിന്റെ, ഉൾക്കൊള്ളുന്ന പദാർത്ഥത്തിന്റെ അളവ് വെച്ചിട്ട്, വ്യാപ്തം വെച്ചിട്ട്, വോളിയം വെച്ചിട്ട് നോക്കിയാൽ ഏറ്റവും വലിയ പാളി ഊഹിക്കാം, അത് മാന്റിലാണ്. മാന്റിലിന്റെ വോളിയം 84% വരും. മാന്റിലിന്റെ വോളിയം 84%. രണ്ടാമത് വോളിയത്തിൽ ആരാണ് പ്രധാനി? രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കോറാണ് അഥവാ കാമ്പാണ്. ഏകദേശം 15% വോളിയവും ഇവിടെ കാണപ്പെടുന്നു. ഇനി നമുക്ക് ഊഹിക്കാം, 84 മാന്റിലിൽ, 15% വ്യാപ്തം കോറിൽ, 84ഉം 15ഉം കൂട്ടി നോക്കിക്കോ, 99% എവിടെയാണെങ്കിൽ ഇനി ബാലൻസ് 1% ഉള്ളൂ. ഏറെക്കുറെ 1% വോളിയം മാത്രമാണ് ക്രസ്റ്റിനുള്ളത്, ഭൂവൽക്കത്തിനുള്ളത്. ഇതുപോലെ മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്ന പാരാമീറ്റർ നോക്കാം. ആകെ ഭൂമിയുടെ മാസ് എന്ന് പറയുന്നത് 100% ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാസ് ഉള്ള പാളി ചോദിച്ചാലും മാന്റിലാണ്. ഏറ്റവും കൂടുതൽ വോളിയം മാന്റിലാണ്, ഏറ്റവും കൂടുതൽ മാസ് ചോദിച്ചാലും മാന്റിൽ തന്നെയാണ്. മാന്റിലെ മാസ് എത്രയാന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് സുഹൃത്തുക്കളെ 70% മാസ്, 70% മാസും കാണപ്പെടുന്നത് മാന്റിലാണ്. ബാലൻസ് നമ്മുടെ കയ്യിൽ 30 ഉണ്ട്, 2 പേർക്കുമായിട്ടാണ് 30. ഇതിൽ കൂടുതൽ ആർക്കാന്ന് ചോദിച്ചാൽ അത് കാമ്പിനായിരിക്കണം. 29% മാസമുള്ളത് കാമ്പിനാണ്. 70ഉം 29ഉം 99 ബാലൻസ് 1%. ആ 1% മാസ് അല്ലെങ്കിൽ 1% പിണ്ഡമുള്ള പാളിയാണ് ഭൂവൽക്കം. മാസിലോ വ്യാപ്തത്തിലോ ഏറ്റവും ചെറുത്, ഏറ്റവും നേർത്തത്, ഏറ്റവും ലൈറ്റ് ആയ പാളിയാണ് ഭൂവൽക്കം. ഏറ്റവും കൂടുതൽ മാസുള്ള പാളി എന്ന് പറയുന്നത് മാന്റിൽ, ഏറ്റവും കൂടുതൽ വോളിയം ഉള്ള പാളി ചോദിച്ചാലും മാന്റിലാണ്. അപ്പൊ മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ആ പെർസെന്റേജ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നടുക്ക് 70, താഴെ 29, മേളിൽ 1. വോളിയോ നടുക്ക് 84, താഴെ 15, മേളിൽ 1. രണ്ടും മാറിപ്പോവാതെ പഠിച്ചു വെക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ഇനിയും അടുത്ത സീരീസിൽ, അടുത്ത സെഷനിലൊക്കെ ആയിട്ട് വേറെ കുറെ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഏകദേശം 4 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളും അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ ഓപ്ഷൻസും നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കി, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. നിങ്ങൾ മാപ്പുകളൊക്കെ ഒന്ന് കണ്ട് അത് ഉപയോഗിച്ച് പഠിക്കണം. പറ്റുവാണെങ്കിൽ വരച്ച് തന്നെ പഠിച്ചാൽ എങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലോകവിവരമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, ജോലി മുന്നിൽ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക. കട്ട് ഓഫുകൾ എത്ര ഉയർന്നാലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. വിശ്വസിച്ച് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ടിൽ ദെൻ